കൊറോണ വ്യാപനം കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ നിബന്ധനകൾ കടുപ്പിക്കുകയാണ് അബുദാബി. പ്രത്യേകിച്ച് കൂടുതൽ യാത്രാ ഇളവുകൾ നൽകിയ സാഹചര്യത്തിൽ ഇനി മുതൽ പുറത്തിറങ്ങാൻ പോലും വാക്സിൻ അത്യന്താപേക്ഷിതമാണ്. നിലവിൽ വാക്സിൻ സ്വീകരിക്കാത്തവരിലേക്കും അവബോധം ഉണ്ടാക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാക്സിൻ എടുക്കാത്തവർക്ക് പൊതുയിടങ്ങളിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായി അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് കമ്മിറ്റി മുന്നോട്ട് വന്നു കഴിഞ്ഞു. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി കമ്മിറ്റി നടപ്പിലാക്കി വരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വാക്സിൻ എടുക്കാൻ അർഹതയുള്ള വിഭാഗങ്ങളിൽ 93% പേര് വാക്സിനേഷൻ പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. അബുദാബിയിലെ സ്വദേശികൾ, പ്രവാസികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് വിസിറ്റ് വിസകളിൽ എത്തുന്നവർ തുടങ്ങിയ എല്ലാവർക്കും ഇത് ബാധകമാണ്. അൽഹുസൻ ആപ്പിൽ പച്ച സ്റ്റാറ്റസ് തെളിയുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. വാക്സിൻ എടുത്ത് ചുരുങ്ങിയത് 28 ദിവസം കഴിഞ്ഞവർ PCR ടെസ്റ്റിൽ നെഗറ്റീവ് ആകുന്നതോടെയാണ് അൽഹുസൻ ആപ്പിൽ പച്ച സ്റ്റാറ്റസ് തെളിയുക. അടുത്ത 30 ദിവസത്തേക്ക് ഇതിന് കാലാവധി ഉണ്ടാകുന്നതാണ്. 30 ദിവസം കഴിഞ്ഞാൽ പച്ച നിറം മാറി ചാരനിറം വരും. വീണ്ടും PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ഫലം ലഭിച്ചാൽ മാത്രമേ ഗ്രീൻ സ്റ്റാറ്റസ് വീണ്ടും തിരിച്ചു വരികയുള്ളൂ. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് ഇളവ് നൽകപ്പെട്ടിട്ടുള്ളവർക്ക് ഈ നിയമം ബാധകമാവില്ല. ഇവർ PCR ടെസ്റ്റിൽ നെഗറ്റീവ് ആയാൽ അൽഹുസൻ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് തെളിയുന്നതായിരിക്കും. എന്നാൽ ഇതിന് 7 ദിവസം മാത്രമേ കാലാവധി ഉണ്ടാകുകയുള്ളൂ. എന്നാൽ 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും ഈ നിബന്ധന ബാധകമാവില്ല. ഇവർക്ക് PCR പരിശോധന നടത്താതെ തന്നെ ഗ്രീൻ സ്റ്റാറ്റസ് ലഭിക്കുന്നതായിരിക്കും. പുതുതായി റെസിഡൻസി വിസ എടുത്തവർക്ക് വാക്സിൻ എടുക്കാൻ 60 ദിവസത്തെ സാവകാശം നൽകും. PCR ടെസ്റ്റ് ഫലത്തിന്റെ കാലാവധി കഴിഞ്ഞ് അൽഹുസൻ ആപ്പിൽ ഗ്രേ നിറം ഉള്ളവർക്ക് പൊതുവിടങ്ങളിൽ പ്രവേശനം ഉണ്ടാവില്ല. അതേസമയം 2ാം ഡോസ് വാക്സിൻ എടുത്ത് 6 മാസം കഴിഞ്ഞവരുടെ അൽഹുസൻ ആപ്പിൽ വാക്സിനേറ്റഡ് സ്റ്റാറ്റസ് നിലനിൽക്കണമെങ്കിൽ അവർ ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുക്കേണ്ടി വരും. ഏതുതരം വാക്സിനാണ് എടുത്തത് എന്നതിനനുസരിച്ചായിരിക്കും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കേണ്ടത്. 2ാം ഡോസ് എടുത്ത് 6 മാസം പിന്നിട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് എടുക്കാൻ 30 ദിവസം ഗ്രേസ് കാലാവധി കൂടി അനുവദിക്കുന്നതായിരിക്കും. അതിനിടയിൽ ബൂസ്റ്റർ ഡോസ് എടുത്തില്ലെങ്കിൽ ആപ്പിലെ നിറം ഗ്രേ ആയി മാറുമെന്നും അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. വാക്സിൻ ട്രയലുകളിൽ പങ്കെടുത്തവരെ ബൂസ്റ്റർ ഡോസ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് വാക്സിൻ എടുക്കാത്തവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്താൻ അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റി തീരുമാനമെടുത്തത്. ഇതുപ്രകാരം ആദ്യഘട്ടത്തിൽ ഷോപ്പിംഗ് സെന്ററുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, മറ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, സ്പാകൾ, ജിമ്മുകൾ, വിനോദ കേന്ദ്രങ്ങൾ, കായിക കേന്ദ്രങ്ങൾ, ആരോഗ്യ ക്ലബ്ബുകൾ, റിസോർട്ടുകൾ, മ്യൂസിയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, തീം പാർക്കുകൾ, സർവകലാശാലകൾ, സർക്കാർ സ്വകാര്യ സ്കൂളുകൾ, നഴ്സറികൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രവേശനം വാക്സിൻ എടുത്തവർക്ക് മാത്രമായി ചുരുക്കിയിട്ടുള്ളത്. അതേസമയം അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി സൂപ്പർ മാർക്കറ്റുകൾ, ഫാർമസികൾ എന്നിവിടങ്ങളിൽ നിയമം ബാധകമാക്കില്ല. യാത്രക്കാർക്കും കൂടുതൽ നിബന്ധനകൾ നൽകിയിട്ടുണ്ട്. വിസിറ്റ് ടൂറിസ്റ്റ് വിസകളിൽ അബുദാബിയിലേക്ക് വരുന്നവർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റിൽ യാത്രാനുമതിക്കായി മുൻകൂർ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഇത് ചെയ്താൽ അൽഹുസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുകയും ചെയ്യും. അബുദാബിയിലെത്തിയ ശേഷം ലഭിക്കുന്ന UID നമ്പറും രജിസ്ട്രേഷൻ വേളയിൽ നൽകിയ മൊബൈൽ നമ്പറും ഉപയോഗിച്ചാണ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. മൊബൈൽ ലഭിക്കുന്ന OTP നൽകുന്നതോടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും. അബുദാബിയിലെത്തി PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആകുന്നതോടെ ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് തെളിയുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.